Hi friends, welcome you all to a new video. ഇന്ന് നടന്ന സിവിൽ എക്സൈസ് ഓഫീസർ ട്രെയിനി പരീക്ഷയുടെ ഇംഗ്ലീഷ് ഭാഗമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. 61ാമത്തെ ചോദ്യം പരിശോധിക്കാം. None of us played the game well. None of us played the game well. None of us played the game well. ഇത് ക്വസ്റ്റ്യൻ ടാഗാണ്. നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം ആൻസർ സെലക്ട് ചെയ്യാൻ. നൺ ഓഫ് അസ്, നൺ എന്ന് പറയുമ്പോൾ തന്നെ നോ വൺ ആണ്, നെഗറ്റീവാണ്. അപ്പോൾ പോസിറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ് വേണം എന്നുള്ള കാര്യം മറക്കരുത്. നൺ ഓഫ് അസ് പ്ലേഡ് ദ ഗെയിം, പാസ്റ്റ് ടെൻസ് ആണ്. അപ്പം നെഗറ്റീവാണ്, സിമ്പിൾ പാസ്റ്റ് ആണെന്നുള്ള കാര്യം മനസ്സിലാക്കിയാൽ നമുക്ക് ആൻസർ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. പോസിറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ് വേണം, പാസ്റ്റ് ആയിരിക്കണം. അപ്പോൾ അതിന് ശരിയായ ഓപ്ഷൻ ഡിഡ് വി ആണ് കറക്റ്റ് ആൻസർ. ഡിഡ് വി, ഇതാണ് ക്വസ്റ്റ്യൻ. ആൻസർ വരുന്ന ഇതാണ്, ഡിഡ് വി എന്നുള്ള ക്വസ്റ്റ്യൻ ടാഗാണ്. ഡി ആണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ, ഡി ആണ് ശരി ഉത്തരം. അടുത്ത ചോദ്യം 62 ആണ്. ഇഫ് യു ഹാഡ് റീച്ച്ഡ് ദ വെന്യൂ, if you had reached the venue at the right time, you dashed the chief guest. ഇതാണ് ചോദ്യം. If you had reached the venue at the right time, you dashed the chief guest. Could have met, could have meet, could met, will meet. ഇത് ഓപ്ഷൻസ് ആണുള്ളത്. ശരി ഉത്തരം എ ആണ്. കുഡ് ഹാവ് മെറ്റ് ആണ് ശരി ഉത്തരം. കുഡ് ഹാവ് മെറ്റ് ആണ് ശരി ഉത്തരം. കാരണം ഹാഡ് റീച്ച്ഡ് എന്ന് പറയും. ഇഫ് യു ഹാഡ് റീച്ച്ഡ് എന്ന് പറയുമ്പോൾ കുഡ് ഹാവ് മെറ്റ് എന്നാണ് വരിക. വി ത്രീ ഫോമാണ് വരിക. മീറ്റ്, മെറ്റ്, മെറ്റ്. കുഡ് ഹാവ് ഹാഡിന് ശേഷം വരുന്നത് V3 ആണ്. അപ്പോൾ കുഡ് ഹാവ് മെറ്റ് ആണ് ശരിക്കുള്ള ആൻസർ. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പോൾ നമുക്ക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇഫ് യു സ്റ്റഡി വെൽ യു വിൽ പാസ്. ഇഫ് യു സ്റ്റഡീഡ് വെൽ യു വുഡ് പാസ്. ഇഫ് യു ഹാഡ് സ്റ്റഡീഡ് വെൽ യു വുഡ് ഹാവ് പാസ്ഡ്. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഈ സംഭവം വരുന്നത്. ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി റിപ്പോർട്ടഡ് സ്പീച്ചാണ് 63. റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റാനാണ്. ഹി സെഡ് വിൽ യു ലിസൺ ടു സച്ച് ആൻ അഡ്വൈസ്. ഹി സെഡ് വിൽ യു ലിസൺ ടു സച്ച് ആൻ അഡ്വൈസ്. ലിസൺ ടു such an advice. Will you listen to such an advice? ഇതാണ് ചോദ്യം. റിപ്പോർട്ട് സ്പീച്ചിലേക്ക് മാറ്റണം. എ, he asked whether they would have listened to such an advice. He asked whether they would listen to such an advice. He asked whether they had listened to such an advice. He asked whether they would listen to such an advice. ഡി ഓപ്ഷനാണ് ശരി. He said, will you listen? ഇത് നമുക്കൊരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. യെസ് അല്ലെങ്കിൽ നോ. അങ്ങനെ വരുമ്പോൾ വെദർ അല്ലെങ്കിൽ ഈഫ് ആണ് ചേർക്കേണ്ടത്. വെദർ. ഹി ആസ്ക്ഡ് വെദർ ദേ വുഡ് ലിസൺ. വിൽ യു ലിസൺ എന്നുള്ളത് ദേ വുഡ് ലിസൺ. വുഡ് ദേ ലിസൺ എന്നുള്ള വീണ്ടും നമ്മൾ ചോദ്യം പറ്റില്ല. റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് സബ്ജക്റ്റിന് ശേഷമാണ് ഓക്സിലറി വരിക. They would listen to such an advice. ആൻസർ ഇങ്ങനെയാണ് വരിക. He asked whether they would listen to
such an advice. ഇതാണ് ശരി ഉത്തരം. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം വരുന്നത്. ചോദ്യം 64 ആണ്. എക്സ്പാൻഡ് യു പി ഐ. യു പി ഐയുടെ എക്സ്പാൻഷനാണ് ചോദിക്കുന്നത്. യു പി ഐ, യൂണിഫൈഡ് പേയ്മെന്റ്സ് ഇന്റർഫേസ്. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. യൂണിഫൈഡ് പേയ്മെന്റ്സ് ഇന്റർഫേസ്. യൂണിഫൈഡ് പേയ്മെന്റ്സ് ഇന്റർഫേസ് ആണ്, എ ആണ് ശരി ഉത്തരം. 65. The court observed the agreement null and void. Null and void. Null and void ഇതാണ് സംഭവം. നൾ ആൻഡ് വോയിഡ് ഇതിൻ്റെ അർത്ഥം എന്താണ്? നൾ ആൻഡ് വോയിഡിൻ്റെ അർത്ഥം എന്താണ്? ഇതാണ് ചോദിക്കുന്നത്. ഇതിൻ്റെ മീനിങ് ഇതാണ്. വാട്ട് ഈസ് ദ മീനിങ്? ഇൻവാലിഡ് എന്നുള്ള ബി ആൻസർ. ഓപ്ഷൻ ബി ആണ്. നൾ ആൻഡ് വോയിഡ് എന്ന് വെച്ചാൽ ഇൻവാലിഡ് ആണ് അർത്ഥം. ഇൻവാലിഡ് എന്ന് പറയും. ദ കോർട്ട് ഒബ്സർവ് ദ എഗ്രിമെന്റ് നൾ ആൻഡ് വോയിഡ്. അപ്പോൾ എഗ്രിമെന്റ് ഇൻവാലിഡ് ആണെന്ന് കോടതി കണ്ടെത്തി എന്നുള്ള ആൻസറാണ് കൃത്യമായിട്ട് വരുന്നത്. അപ്പോൾ നൾ ആൻഡ് വോയിഡിന്റെ മീനിങ് ആണ് ഇൻവാലിഡ് എന്ന് പറയുന്ന ബി ഓപ്ഷൻ. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. നമ്പർ 66. Pick out the word for a person who does not believe in and strongly against accepted ideas, traditions, images, etc. ഇപ്പം നമ്മുടെ പരമ്പരാഗതമായ അനുഷ്ഠാനങ്ങൾ, ആചാരങ്ങൾ, ഇതിലൊന്നും വിശ്വാസമില്ലാത്ത ആൾക്ക് ഒരു പേരുണ്ട്. ആ പേരാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ABCD. എ എന്ന് പറയുന്നത് ഐക്കണോഗ്ലാസ്റ്റ്. ഐക്കണോഗ്ലാസ്റ്റ് എന്ന് പറയുന്ന പേരാണ്. വിശ്വാസങ്ങൾ, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങളിലൊന്നും വിശ്വാസമില്ലാത്ത ആളെ പറയുന്ന പേരാണ് ഐക്കണോഗ്ലാസ്റ്റ്. ഐക്കണോക്ലാസ്റ്റ് സ്പെല്ലിംഗ് എഴുതരാം. ഐക്കണോക്ലാസ്റ്റ് എന്ന് പറയും. ആചാരങ്ങളിലൊന്നും വിശ്വാസമില്ലാത്ത ആൾക്ക് പറയുന്ന പേരാണ്. പിന്നെ കുറേ പേരുകൾ BCD ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഓട്ടോക്രാറ്റ്, ഡിപ്ലോമാറ്റ്, അഗ്നോസ്റ്റിക് എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അത് ശരി ഉത്തരം ഐക്കണോക്ലാസ്റ്റ് ആണ്. ദ ക്വാളിറ്റി ഓഫ് ഓറഞ്ചസ് 67 ആണ്. ദ ക്വാളിറ്റി of oranges. The quality of the oranges. The quality of the oranges dash not satisfactory. Dash not satisfactory. Quality of oranges. ഇപ്പോൾ was വേണോ, വേർ വേണോ, ഹാവ് ബീൻ വേണോ, ആർ വേണോ, ഇതിൽ ഏതാണ് ശരി എന്നുള്ളതാണ്. വാസ്, വേർ, ഹാവ് ബീൻ, ആർ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം ദ ക്വാളിറ്റി ഓഫ് ദ ഓറഞ്ചസ്. ഈ ഓഫ് ദ ഓറഞ്ചസ് എന്നുള്ളത് നമ്മൾ കൺസിഡർ ചെയ്യില്ല. ദ ക്വാളിറ്റി എന്നുള്ളതാണ് യഥാർത്ഥ സബ്ജക്റ്റ്. ക്വാളിറ്റി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട സബ്ജക്റ്റ്. ഒരു പ്രിപ്പോസിഷൻ നമ്മൾ ഇവിടെ നിന്ന് ശേഷം വരുന്നത് നോക്കില്ല. യഥാർത്ഥ സബ്ജക്റ്റ് അനുസരിച്ചാണ് വെർബ് എഗ്രി ചെയ്യുന്നത്. വെർബുമായിട്ടുള്ള എഗ്രിമെന്റ് ഓഫ് ദ സബ്ജക്റ്റ്, വെർബ് എന്ന് പറയുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. സബ്ജക്റ്റ് യഥാർത്ഥ റിയൽ സബ്ജക്റ്റ് ഏതാണ്? ക്വാളിറ്റിയാണ്. അപ്പോൾ ക്വാളിറ്റി വരുമ്പോൾ ഇവിടെ ഓപ്ഷൻ ഉള്ളത് വോസ്. എ ആണ് ഓപ്ഷൻ. വോസ്. കറക്റ്റ് ആൻസർ വോസ് ആണ്.
ഏറ്റവും കൂടുതൽ അവിടെ ശരി ഉത്തരം വരുന്നത് വാസ് ആണ്. വേർ പറ്റില്ല, ഹാവ് ബീൻ പറ്റില്ല, ആർ പറ്റില്ല. അതാണ് ഒരു പ്രത്യേകം ശ്രദ്ധിക്കുന്നത്. ക്വാളിറ്റി ആയതുകൊണ്ടാണ് തന്നിട്ടുള്ളതിൽ വാസ് ആണ് ശരി ഉത്തരം. അറുപത്തിയെട്ട്. He dashed 10 years of service by the next March. He dashed 10 years of service by next March. He dashed 10 years of service. By next March. അപ്പോൾ 10 years of service by next March എന്ന് വരുമ്പോൾ എന്താണ് വരിക? വിൽ ബി കംപ്ലീറ്റിംഗ് ആണോ, വിൽ കംപ്ലീറ്റ് ആണോ, വിൽ ഹാവ് ബീൻ കംപ്ലീറ്റിംഗ് ആണോ, ഷാൽ കംപ്ലീറ്റ് ആണോ? ശരി ഉത്തരം വിൽ ഹാവ് ബീൻ കംപ്ലീറ്റിംഗ്. കാരണം ഇവിടെ ഡ്യൂറേഷൻ വരുന്നത് കൊണ്ടാണ് നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് യൂസ് ചെയ്യുന്നത്. ഹി വിൽ ഹാവ് ബീൻ കംപ്ലീറ്റിംഗ് 10 years of service. ഒരു പീരീഡ് ഓഫ് ടൈമാണ്. നമുക്ക് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് അല്ലെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ് ചേർക്കുക, പീരീഡ്, പോയിന്റ് ഓഫ് ടൈം ഒക്കെ വരുമ്പോൾ. അപ്പോൾ ഇവിടെ ഇതാണ് കൂടുതൽ യോജിക്കുന്നത്. വിൽ ഹാവ് ബീൻ കംപ്ലീറ്റിംഗ് എന്നുള്ള ആൻസറാണ് കൃത്യമായിട്ട് വരുന്നത്. 69. ടീച്ചർ കുഡ് നോട്ട് കീപ്പ് ഫ്രം എന്നാ വരിക. കീപ്പ് ഫ്രം ആണ്. കീപ്പ് ഫ്രം ശരി ഉത്തരം ബി ആണ്. The teacher could not dash keep from beating the student for his misbehavior. ഒരു സ്റ്റുഡൻറ്റ് മിസ്ബിഹേവിയർ കണ്ടപ്പോൾ ആ കുട്ടിയെ ബീറ്റ് ചെയ്യാൻ, ശിക്ഷിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞു. കുഡ് നോട്ട് കീപ്പ് ഫ്രം ബീറ്റിംഗ്, ആ കുട്ടിയെ തല്ലാതിരിക്കാൻ കഴിഞ്ഞില്ല, അത്രമാത്രം മിസ്ബിഹേവിയർ ആയിരുന്നു എന്നാ പറയുന്നത്. അപ്പോൾ കീപ്പ് ഫ്രം ആണ് ശരിയായ ഉത്തരം. ദ ടീച്ചർ കുഡ് നോട്ട് keep from beating the student for his misbehavior. Keep from ആണ് കൃത്യമായ ഉത്തരം. The last one, 70. The correct spelt word is. The correct spelt word. അതിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട്. മൊമെൻറ്റോ, മെമെൻറ്റോ, മെമെൻറ്റോ, മെമെൻറ്റോ. ആ സ്പെല്ലിംഗ് ആണ്. അതിൽ കറക്റ്റ് സ്പെല്ലിംഗ് ഏതാണെന്ന് ചോദിക്കുന്നത്. അതിൽ ശരി ഉത്തരം വരുന്നത് മെമെൻറ്റോ ആണ്. MEMENTO. മെമെൻറ്റോ എന്നാണ് ശരിക്കുള്ള ഉത്തരം വരുന്നത്. സി, മെമെൻറ്റോ എന്നാണ് വരുന്നത്. മെമെൻറ്റോ എന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും ഓർമ്മിക്കുവാനായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ആ ഒരു മോമെൻ്റാണ്. ഒരു മോമെൻ്റ് അല്ലെങ്കിൽ എക്സ്പീരിയൻസിനെയാണ് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. ഒരിക്കലും മറക്കാനാവാത്തൊരു എക്സ്പീരിയൻസ്, അതാണ് ഈ മെമെൻറ്റോ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതാണ് ശരി ഉത്തരം. മൊമെൻറ്റോ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അത് ഫിസിക്കൽ ഓബ്ജക്റ്റാണ്. എന്തെങ്കിലും ഒരു ഫിസിക്കൽ ഓബ്ജക്റ്റ് നമുക്ക് എന്നും ഓർമ്മിക്കാനുള്ള ഒരു ഫിസിക്കൽ ഓബ്ജക്റ്റിനെ മോമെൻറ്റ് അതിൽ നിന്നുണ്ടായതാണ്. ആ മൊമെൻറ്റോ എന്ന് പറയുന്ന ഒരു ഫിസിക്കൽ ഓബ്ജക്റ്റ്, ഒരു മെറ്റീരിയൽ, അതിനും മൊമെൻറ്റോ എന്ന് പറയാറുണ്ട്. പക്ഷെ ഇവിടെ ഉദ്ദേശിക്കുന്നത് മെമെൻറ്റോ എന്ന് പറയുന്ന വേർഡാണ് പ്രധാനമായിട്ടും വരുന്നത്, ആ ഒരു മോമെൻ്റ് ഓർ എക്സ്പീരിയൻസ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ രണ്ട് വേർഡും സ്പെല്ലിങ് കറക്റ്റൊക്കെ തന്നെ, സ്പെല്ലിങ് മിസ്റ്റേക്ക് ഇല്ല, പക്ഷെ രണ്ട് അർത്ഥങ്ങളാണ്. ഏകദേശം ഒരേ അർത്ഥം എന്ന് പറയാം. എന്തെങ്കിലും പഴയ കാര്യങ്ങൾ ഓർമ്മിക്കുവാനുള്ള ഒരു എന്താ പറയുക എക്സ്പീരിയൻസ്, ആ മോമെൻറ്റ് എന്നുള്ള അർത്ഥം വരുന്നുണ്ട്. ഒരു മെറ്റീരിയൽ, ആ മോമെൻ്റ് എന്നും ഓർമ്മിക്കുന്ന ഒരു മെറ്റീരിയലിനെ മൊമെൻറ്റോ എന്നും പറയാറുണ്ട്. അപ്പോൾ അത്തരം രണ്ട് ആൻസറും അവിടെ വരാം. പക്ഷെ നമുക്ക് മെമെൻറ്റോ എന്ന് പറയുന്നതാണ് സാധാരണ മോഡേൺ യൂസിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പം അങ്ങനെ സി ഉത്തരം നമുക്ക് സെലക്ട് ചെയ്യാം. ഇത്രയും ചോദ്യങ്ങളാണ്. 70ാമത്തെ ചോദ്യവും കഴിഞ്ഞിരിക്കുകയാണ്. 10 ക്വസ്റ്റ്യൻസ്. ഇംഗ്ലീഷ് പൊതുവെ വളരെ എളുപ്പമുള്ള ചോദ്യങ്ങളാണ്. ഇതേപോലുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമുക്ക് ഇനിയും കുറേ ആൻസർ ചെയ്യണം. അതിൽ മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.